സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ്. അത് വീട്ടിലോട്ട് പോയാലോ? അപ്പോൾ എന്താണ് ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്? ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻ വെക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഒരു കണ്ടീഷൻ വെച്ച് ആ കണ്ടീഷൻ ഈ കോഡ് റൺ ആവണം, വേറെ കണ്ടീഷൻ വെച്ച് ആ കണ്ടീഷനെ ആ കോഡ് റൺ ആവണം. അത് കണ്ടീഷൻസ് വെക്കാൻ വേണ്ടിയാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണെന്നത് ഇപ്പോൾ VS കോഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് ഏജ് ഇസ് ഈക്വൽ ടു 22. ഓക്കെ, അത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു കണ്ടീഷൻ വെക്കാൻ പോകും. അപ്പോൾ കണ്ടീഷൻ വെക്കാൻ എന്ത് ചെയ്യണം? ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇഫ് ഉപയോഗിക്കാം. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 പ്രിന്റ് ഹി ഈസ് എലിജിബിൾ ടു വോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അങ്ങോട്ട് ഇഫ് എന്നുള്ള കീവേഡാണ്. അതിൽ ഏജ് കൊടുത്തിട്ടുണ്ട്. ഏജ് എന്നാണ് വേരിയബിൾ. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 എന്ന് വെച്ചാൽ എൻ്റെ ഏജ് 18നെക്കാട്ടും വലുതാണോ അല്ലെങ്കിൽ ഈക്വൽ ടു, ഇത് ഒന്നായി മതി. ഇപ്പം ഇത് വലുതാണെങ്കിൽ ട്രൂ ആണ്, ഈക്വൽ ടു ആണ് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു. അപ്പോൾ ഇതിൽ ഏതൊരു കണ്ടീഷൻ, ഈ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആ കണ്ടീഷൻ ഏത് ഒന്ന് മാച്ച് ആണെങ്കിൽ പ്രിന്റ് ചെയ്തോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കേസിൽ കാണാൻ പറ്റും. എൻ്റെ 22 ഞാൻ പ്രിന്റ് ചെയ്യാൻ തരാം. കണ്ട, ഹീസ് എലിജിബിൾ ടു വോട്ട് എന്ന് വന്ന്. ഇനി ഇത് 18 കൊടുത്തു നോക്കാം. 18. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കാൻ പറ്റും. കൊടുത്ത എത്ര? 18. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഒന്നാണ്, വലുതല്ല ഒന്നുമില്ല. അപ്പോൾ ഇതിൽ കൊടുത്തൊക്കെ എന്താ? ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 എന്ന് വെച്ചാൽ ഈക്വൽ ടു. ഈ രണ്ടത്തെ ഇത് ഒരു കണ്ടീഷൻ മാച്ച് ചെയ്തെന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയും. ഓക്കെ, കണ്ട, എക്സാമിന് ഈക്വൽ ടു എന്ത് പറ്റും? ഒന്നും വരില്ല, ഈ കണ്ടീഷൻ മാച്ച് ആവില്ല. കാരണം 18 ഗ്രേറ്റർ ദാൻ അല്ല. ഓക്കെ, അപ്പോൾ ഇന്റർനെറ്റ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ സാധനം ട്രൂ ഓഫ് ഫോൾസ് റിട്ടേൺ ചെയ്യുക വെച്ചാൽ ഈ കണ്ടീഷൻ, ഇത്രയും കണ്ടീഷൻ ഇത് എന്ന് വെച്ചാൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മര്യാദ കുറവാണ്. ഞാൻ കാണിച്ചു സിൻടാക്സ് കാണിച്ചു തരാം. ഇഫ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇങ്ങനെ സാധനം. ഓക്കെ, ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഈ രണ്ട് സാധനം സെയിം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്താ വെച്ചാൽ ഏജ് ഗ്രേറ്റർ ഈക്വൽ ടു 18 ആണോ? ആണ്. അതിൻ്റെ അടുത്ത് എന്താ? ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. എന്നുവെച്ചാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ വരും, ഫോൾസ് ആണെങ്കിൽ ഫോൾസ്. ഇവിടെ ഫോൾസ് വരും, ഇന്റേണലി ഇവിടെ ട്രൂ ഫോൾസ് വരും. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കിയാൽ ഈ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ, ഗ്രേറ്റർ ഈക്വൽ ടു ആണ്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഇവിടെ ട്രൂ വന്ന് ഇനി കണ്ടീഷൻ ഫോൾസ് വെച്ചു. എക്സാമ്പിൾ ഒരു 17 കൊടുക്കാം. 17 കൊടുക്കുക എന്ത് പറ്റും? ഈ കണ്ടീഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ എന്നിട്ട് ഇവിടെ എന്ത് റിട്ടേൺ ചെയ്യും? ഇവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ എഫ് എൽസിനെ പറയുന്നത് എന്താ വെച്ചാൽ ഇഫ് എൽസ് നോക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിൽ കോഡ്, ഈ ബ്ലോക്ക് ഉണ്ടാ, ഈ ബ്ലോക്കിലുള്ള കോഡ് വെച്ചാൽ ഈ ബ്ലോക്ക് ഉണ്ടാ, ഈ ബ്ലോക്കിനുള്ള കോഡ് ഞാൻ റൺ ചെയ്യുള്ളൂ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ കോഡ് റൺ ചെയ്യില്ല. അങ്ങനെയാണ് ഇഫിൻ്റെ ഇത്. അപ്പോൾ ഇഫ് ട്രൂ ആണ് ഫോൾസ് മാത്രം നോക്കുള്ളൂ. ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്കിലെ കോഡ് റൺ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഈ ബ്ലോക്കിലെ കോഡ് റൺ ചെയ്യില്ല. അപ്പം അങ്ങനെയാണ് ഇഫ് എൽസ് വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ ഇഫ് എൽസ് ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ വെക്കാൻ. ഇനി ഇതെന്താ വെച്ചാൽ എനിക്കൊരു എൽസ് കണ്ടീഷൻ വെക്കണം. എൽസ് കണ്ടീഷൻ തൊട്ടാ എൽസ് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് അല്ല, ഞാൻ പ്രിന്റ് കാണിച്ചാൽ അപ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒന്നും വന്നില്ല. അപ്പോൾ അതൊരു കാണുമ്പോൾ ഒരു രസമില്ല. എന്ന് വെച്ചാൽ കാണാൻ പറ്റും ഇവിടെ ഏജിൻ്റെ ഈക്വൽ ടു വലുതാണ് വോട്ട് ചെയ്യാമെന്ന്. പക്ഷേ 17 എന്ത് ചെയ്യും? നമ്മളൊന്ന് പറയണ്ടേ. ഇപ്പം എനിക്ക് 17 വയസ്സുണ്ട്. അപ്പം മിണ്ടായി ഇറങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? ഇപ്പോൾ ചോദിച്ചു എനിക്ക് 17 വയസ്സുണ്ട്, എനിക്ക് വോട്ട് ചെയ്യാമോ? മിണ്ടായി ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളൊരു റിപ്ലൈ പറയണ്ടേ. അപ്പോൾ ഞാൻ എൽസ് കൊടുക്കുകയാണ്. അപ്പോൾ എൽസ് എന്ത് വെച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ എൽസ് കൊടുത്തിട്ട് ഞാൻ കൊടുക്കുകയാണ് പ്രിന്റ് എൽൻ ഈസ് നോട്ട് എലിജിബിൾ ടു വോട്ട്. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്ത് അപ്പം ഒരു 5 കാണിച്ചു തരാം. അപ്പോൾ കാണാൻ പറ്റും ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന മെസ്സേജ് വന്ന്. ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഈ റിസൾട്ട്. അപ്പോൾ നമ്മുടെ എൽസ് എന്ന് വെച്ചാൽ ബാക്കി എന്ന് പറയാം നമുക്ക്. വെച്ചാൽ ഇപ്പോൾ ഈ കണ്ടീഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ, ഈ കണ്ടീഷൻ വർക്ക് ചെയ്തില്ല ഞാൻ എക്സിക്യൂട്ട് ആവും. ഞാൻ ഫോൾസ് ആണെങ്കിൽ ഞാൻ എക്സിക്യൂട്ട് ആവും. ഈവൻ ട്രൂ ആണെങ്കിൽ ഞാൻ എക്സിക്യൂട്ട് ആവില്ല. അങ്ങനെ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ ട്രൂ കൊടുത്തു നോക്കാം, 18 കൊടുത്തു നോക്കാം, പെൽസ് വർക്ക് നോക്കാം. കണ്ട, ഇല്ല. നമുക്കിപ്പോൾ ഇവിടെ ഹീറ്റ് എലിജിബിൾ ടു വോട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ഹീസ് നോട്ട് എലിജിബിൾ ടു വോട്ട് വർക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൽസ്. എൽസ് എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അതാണ്. ഇനി വേറെ കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ കാണാൻ പറ്റുമ്പോൾ ഒറ്റ കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ വെക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ആ കേസിൽ ഉപയോഗിക്കുന്നതാണ് എൽസിഫ്. ഓക്കെ, എൽസിഫ് എന്ത് ചെയ്യും? ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ കൊടുക്കുകയാണ് ഒരു 30 കൊടുക്കാം. 30 മുകളിലാണെങ്കിൽ പിൻഡലിന് കൊടുക്കാം വെറുതെ ഹീ ഈസ് ഓൾ. അതെന്ത് ചെയ്ത് ഞാൻ 30 മുകളിൽ കൊടുക്കാം. 30 മുകളിൽ എത്ര? ഒരു 31
സംതിങ് കൊടുക്കാം, 31 കൊടുക്കാം, പ്രിന്റ് ചെയ്ത്. അപ്പം എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ വർക്ക് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 20 എന്ന് വെച്ചാൽ ഈ ഏജ് 18 വലുതും ഈക്വൽ ടു കണ്ടീഷൻ ഏതൊന്നും ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഏതൊരു കണ്ടീഷൻ മാച്ച് ചെയ്യണ്ട ഉണ്ട്. ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് 80 വലുതാണ്, 80 വലുതല്ലേ ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആയി. അപ്പം എന്ത് ചെയ്ത്, ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ റൺ ആവില്ല. എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. ഏതോ ഒരു കണ്ടീഷൻ ട്രൂ ഏത് കണ്ടീഷൻ ട്രൂ ആയാൽ എൻ്റെ അടുത്ത കോഡ് എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ ഈ കേസിൽ ഇത് ട്രൂ ആയതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തത്. എക്സാമ്പിളിന് ഇതൊരു വലിയ വാല്യൂ കൊടുക്കാം, അത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൽസിഫ് റൺ ചെയ്തിട്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആണ് കണ്ട, ഈ സോൾ. അപ്പോൾ ഈ കണ്ടീഷൻ മാച്ചായി. ഏജ് വലുതാണ് 30 കാട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എൽസിഫ് ഉപയോഗിക്കാം. നമുക്ക് മൾട്ടിപ്പിൾ എൽസിഫ് ഉപയോഗിക്കാം. ഓക്കെ, എൽസ് നമ്മൾ ഒരെണ്ണം ഉപയോഗിക്കാറുള്ളൂ. എൽസിഫ് നമുക്ക് കുറേ ഉപയോഗിക്കാം. എൽസിഫ് മൾട്ടിപ്പിൾ ഉപയോഗിക്കാം. 35 കൊടുത്ത് പ്രിന്റ് ഓൾഡസ്റ്റ് എന്ന് കൊടുത്ത് ഇപ്പം 37 കൊടുക്കാം, റൺ ചെയ്യാം. ഈ ഹോൾഡ് വന്നു കാരണം ഈ കണ്ടീഷൻ മാച്ച് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. കണ്ട, ഓൾഡസ്റ്റ് ഈ കണ്ടീഷൻ മാച്ചായി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൽസിഫ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എപ്പോഴും തുടങ്ങുന്നത് ഇഫ് വെച്ചായിരിക്കും. ഓക്കെ, ഇഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഇഫ് തുടങ്ങണം. ഇഫ് ഒറ്റൊരെണ്ണം ഉപയോഗിക്കുള്ളൂ. എൽസിഫ് എത്ര വേണം ഉപയോഗിക്കാം, 5, 6, 10, 20, 300 എത്രയും ഉപയോഗിക്കാം. എൽസ് പിന്നെ ഒറ്റൊരെണ്ണം ഉണ്ടാവുള്ളൂ. ഓക്കെ, എൽസ് ലാസ്റ്റ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എക്സാമ്പിൾ ഈ കണ്ടീഷൻ ഉണ്ട്, ഇതൊന്നും മാച്ച് ആയില്ല, ലാസ്റ്റ് ഇതൊന്നും മാച്ച് ആയിരിക്കും, ഇതെല്ലാം ഫോൾസ് ആവുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് എൽസ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇഫിനെ മൾട്ടിപ്പിൾ ഉപയോഗിക്കാം, പക്ഷേ പ്രശ്നമുണ്ട്. ഇഫ് മൾട്ടിപ്പിൾ ഉപയോഗിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും അടുത്ത ഇഫ് വർക്ക് ചെയ്യും. വെച്ചാൽ ഈ കണ്ടീഷൻ കൊടുത്തു വെച്ചോ. ഇപ്പം ഞാൻ ഇവിടെ 30, ഇവിടെ എത്ര കൊടുക്കാം, 30 കൊടുക്കാം. ഇവിടെ എത്ര കൊടുക്കാം, ഇവിടെ 25 കൊടുക്കാം. ഓക്കെ, കൊടുക്കുകയാണ്. ഇവിടെ 37 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. എക്സാമ്പിൾ കൊടുക്കാം, എലിജിബിൾ ടു വോട്ട് 30 കൊടുത്തു. ഇവിടെ 25 കൊടുത്ത്. ഓക്കെ, രണ്ട് നമ്പർ കൊടുത്ത്. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ രണ്ടാം വർക്ക് ചെയ്യും. നോർമലി നമ്മൾ ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ അടുത്ത് വർക്ക് ചെയ്യാറില്ല. എൽസിഫ് ആണെങ്കിൽ എൽസ് അങ്ങനെ ഏതൊക്കെയാണ് വർക്ക് ചെയ്യില്ല. പക്ഷേ ഈ രണ്ട് ഇഫ് കൊടുത്ത് ഇഫ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇഫ് എന്ന് വെച്ചാൽ കമ്പൾസറി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫോൾസ് അതിന് പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമില്ല ഇത് ട്രൂ ആണ് ഫോൾസ് ആണെന്ന്, ഞാൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അതാണ് ഇഫിൻ്റെ ഒരു ഇത്. ഓക്കെ, ഞാൻ പ്രിന്റ് ചെയ്യാൻ തരാം. കണ്ട, രണ്ടെണ്ണം പ്രിന്റ് ചെയ്ത് ഈ കണ്ടീഷൻ ട്രൂ ആണ്, പക്ഷേ ഈ കണ്ടീഷൻ വർക്ക് ചെയ്ത്. അപ്പോൾ അതാണ് ഇഫ് മൾട്ടിപ്പിൾ വെച്ച പ്രശ്നം. നോർമലി നമ്മൾ ഒറ്റ ഇഫ് മൾട്ടിപ്പിൾ എൽസിഫ് ഒരു എൽസ് അങ്ങനെ ഉപയോഗിക്കാറ്. ഓക്കെ, എൽസിഫിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.